السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം എത്തി നിൽക്കുന്ന ഈ മാസം വളരെ പരിശുദ്ധമായ ഒരു മാസത്തിലാണ്. ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ കടന്നു പോകുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ് മാസം. രാത്രികളിൽ ശ്രേഷ്ഠമായത് റമദാനിന്റെ അവസാനത്തെ രാത്രികളാണ്. എന്നാൽ ഒരു വർഷത്തിൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പകലുകളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയും ചെയ്തു ഈ ദിവസങ്ങളെ കൊണ്ട്. ഇതിന്റെ മഹത്വവും സ്ഥാനവും ഇമ്മത്ത് അറിയാൻ വേണ്ടി. മാത്രമല്ല, ഈ മാസത്തിലാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട റുക്നിൽ ഒരു ഫർദ് ഹജ്ജ് നടക്കുന്ന മാസം ഈ മാസത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകമായി ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ ഹജ്ജ് എന്ന് അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ മറ്റു ഫർദുകളെ സംബന്ധിച്ചും ഖുർആനിൽ ധാരാളം ചർച്ചകൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല പേരുകൊണ്ട് അല്ലാഹു തആല മഹത്വം നൽകിയ ഒരു ഫർദാണ് ഹജ്ജ് എന്നത്. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നും അള്ളാഹുവിനെ പ്രേമിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അടിമകൾ അവരുടെ പ്രേമവും അള്ളാഹുവിന്റെ സ്നേഹവും അതല്പം ഇറക്കി വെക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാനും വേണ്ടി പ്രേമത്തിലായി അള്ളാഹുവിലേക്ക് ലയിച്ച് യാത്ര ചെയ്യുന്ന സമയമാണ്. ഷാഹുലുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല എഴുതുന്നുണ്ട്, കഅബ എന്നാൽ അള്ളാഹുവിനെ പ്രേമിക്കുന്നവർക്ക് അവരുടെ പ്രേമം ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ്. സത്യം ചിന്തിച്ചു നോക്കിയാൽ ഹജ്ജിന്റെ അമലുകൾ മറ്റ് അമലുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഒരു പ്രേമബാധിതത്തെ തേടിയുള്ള യാത്ര പോലെയാണ് ഹജ്ജിന്റെ ഓരോ അമലുകളും. നമസ്കാരങ്ങൾക്കും മറ്റ് അമലുകൾക്കും പ്രത്യേകമായി ശുദ്ധിയാകാനും വൃത്തിയാകാനും ഭംഗിയാകാനും കൽപ്പിക്കുമ്പോൾ ഹജ്ജിന്റെ മഹത്വം, ഹാജിയുടെ മഹത്വം സുഗന്ധം പുരട്ടാതെ മുടി പറന്നവനായി 2 ജോഡി വസ്ത്രം ധരിച്ചുകൊണ്ട്, തുന്നാത്ത 2 ജോഡി വസ്ത്രം ധരിച്ചുകൊണ്ട് ശബ്ദത്തിൽ തൽബീയത്ത് ചൊല്ലിയവനായി ബാക്കിയുള്ള അമലുകൾ വളരെ സാവകാശം, വളരെ സമാധാനത്തോടെ ചെയ്യണമെങ്കിൽ
ഹജ്ജിന്റെ അമൽ ശബ്ദത്തിൽ തൽബീയത്ത് ചൊല്ലി. അതുപോലെ പല സ്ഥലങ്ങളിലും ഓടലും നടക്കലും യാത്രയും വ്യാപാരത്തിലുമായി. തീർത്തും അമലുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന മറ്റമലും വ്യത്യസ്തമായ ഒരു അമലാണ് ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജിന്റെ ഓരോ അമലുകൾ നോക്കിയാൽ ആരെയോ തേടിയുള്ള ഒരു യാത്ര പോലെ. എന്റെ ജീവിതത്തിൽ കാണാൻ കൊതിക്കുന്ന ആരെയോ തേടി ആരെ അന്വേഷിച്ച് വളരെ ആഗ്രഹത്തോടെ ആർത്തിയോടെ പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഹജ്ജിന്റെ അമൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അള്ളാഹു തആല എന്തിനാണ് ലോകത്തിന്റെ പല നാടുകളിൽ നിന്നും അവന്റെ അടിമകളെ ആ പുണ്യ ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്? ആ ഭൂമിയിൽ അള്ളാഹുവിനെ പ്രേമിച്ച് ജീവിച്ച് കടന്നുപോയ ഒരു മനുഷ്യന്റെ ചരിത്രം സ്മരിക്കാനും ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ആ സ്മരണകൾ ആ ചരിത്രം സ്മരിക്കുകയും അതേപോലെ ഒരു അടിമയായി മടങ്ങാനും വേണ്ടി ആരാണ്? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുമായി ഏറ്റവും അടുത്ത അള്ളാഹുവിന്റെ ആത്മമിത്രമാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചൊരു അടിമയാണ്. തന്റെ റബ്ബിനോടുള്ള സ്നേഹത്താൽ എന്തും അർപ്പണം ചെയ്യാൻ തയ്യാറായ അടിമയാണ്. തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനേക്കാളും തന്റെ ഭാര്യ, തന്റെ സന്താനം, തന്റെ സമ്പത്ത്, തന്റെ ശരീരം ഒന്നിനും ഒരു വില നൽകാതെ തന്റെ റബ്ബിനെ എല്ലാത്തിനേക്കാളും വില നൽകി ആ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിച്ചൊരു അടിമയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ നബിയുടെ ചരിത്രമാണ് ഹജ്ജിന്റെ ഓരോ അമലുകളിൽ. അങ്ങോട്ട് ഹാജിയെ കൊണ്ടുപോകുന്നത് കുറച്ച് കർമ്മങ്ങൾ ചെയ്ത് മടങ്ങാൻ വേണ്ടി മാത്രമല്ല. അവിടുന്ന് മടങ്ങുമ്പോൾ ഓരോ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആണും പെണ്ണും മടങ്ങി വരുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി റബ്ബിനെ പ്രേമിച്ച പ്രേമവുമായി മടങ്ങണം. ഈ ഉമ്മത്ത് ഇനി വീണ്ടും അതേ അവരവസ്ഥയിലേക്ക് മടങ്ങിയാൽ അല്ലമ ഇഖ്ബാൽ അദ്ദേഹം പറയുന്നു, ഇനിയും വീണ്ടും ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാനിലേക്കും തവക്കുലിലേക്കും ഉയർന്ന ഗുണത്തിലേക്കും മടങ്ങിയാൽ ഇനിയും ഈ ഇബ്രാഹിം നബിക്ക് അത് പൂന്തോട്ടമായതുപോലെ ഈ കാലഘട്ടത്തിലെയും ഈ കുണ്ടാരകൾ അക്രമിയുടെ അക്രമങ്ങൾ അതെല്ലാം പൂന്തോട്ടമായി മാറുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ദുൽഹജ്ജ് മാസം ഹാജിമാർ യാത്ര ചെയ്യുന്ന സമയം നാം എന്തുകൊണ്ട് സ്മരിക്കാൻ അർഹതപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചരിത്രമെന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം സ്മരിക്കുന്നത് അതേപോലത്തെ ജീവിതത്തിലേക്ക് നാം മാറാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ, ആ നബിയുടെ ചരിത്രം പഠിച്ചാൽ ആ നബിയുടെ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഗുണങ്ങൾ എന്തെല്ലാമാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നാം പിൻപറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഉയർന്ന ഉന്നതമായ ഗുണം തവക്കുലു അലല്ലാഹ്, തന്റെ റബ്ബിലുള്ള തവക്കുലാണ്. അൽ-ഇഅ്തിമാദു അലല്ലാഹ്, തന്റെ അല്ലാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഒരു വസ്തുവിലും ഒരല്പം പോലും പ്രതീക്ഷയില്ലാതെ തന്റെ റബ്ബിലേക്ക് മാത്രം പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ച നബിയായി. നമ്രൂദിന്റെ വലിയ തീകുണ്ടാരത്തിന്റെ മുന്നിൽ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ ആ തീയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഏറ്റവും വലിയ സൃഷ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ട്? എന്റെ സഹായം ആവശ്യമുണ്ട്. അമ്മാ ഇലൈക ഫലാ വഅമ്മാ ഇലല്ലാഹി ഫലാ, നിങ്ങളിലേക്ക് എനിക്കൊരു ആവശ്യവുമില്ല. ഏറ്റവും വലിയ സഹായത്തിന്റെ സൃഷ്ടിയാണ് വന്നിരിക്കുന്നത്, ഇതിനും വലിയ സഹായം വരാനില്ല. അവിടെയും എനിക്ക് എന്റെ അല്ലാഹു മതി, എനിക്ക് ആവശ്യമില്ല, ഒരാളുടെയും ആവശ്യമില്ല. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഈ കുണ്ടാരത്തിലേക്ക് പോകുമ്പോൾ അവസാനം പറഞ്ഞ വാക്കിതാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി, അവൻ ബലമേൽപ്പിക്കാൻ മതിയായവനാണ്, ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും നല്ല ഏറ്റെടുക്കുന്നവരാണ്. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ വചനമാണ് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശത്രുക്കളും തങ്ങൾ പറഞ്ഞ വചനം. ശത്രുക്കളുടെ വലിപ്പം കണ്ടപ്പോൾ ആ വലിപ്പത്തിന് മുന്നിൽ തങ്ങൾ പറഞ്ഞു ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു മതി. സഹാബാക്കളുടെ മുന്നിൽ ഉഹദിന്റെ സമയത്ത് ശത്രുക്കളുടെ വലിപ്പത്തെ കുറിച്ച് ഭയപ്പെടുത്തിയപ്പോൾ നിങ്ങളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി വലിയ ഒരു ശത്രുക്കളുടെ കൂട്ടമാണ് വരുന്നത് പറഞ്ഞപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. വരുന്ന സംഘത്തിന്റെ വലിപ്പമോ എണ്ണമോ
അവരുടെ ആയുധമോ ശക്തിയോ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഹസ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് മതി, അല്ലാഹു മതി, അവൻ ഞങ്ങൾ ഏറ്റെടുക്കാൻ മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പരീക്ഷണം ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോൾ നമ്മുടെ ഹൃദയവും അല്ലാഹുവിലേക്ക് തിരിയണം. നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രതീക്ഷയും അല്ലാഹുവായി മാറണം, അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരായി മാറണം. ഇബ്രാഹിം നബിയിൽ നാം പഠിക്കേണ്ട, നാം ഉൾക്കൊള്ളേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം തവക്കുലാണ്. തവക്കുൽ ഇത് അമ്പിയാക്കളുടെ ഉയർന്ന ഗുണമാണ്. എല്ലാ നബിമാരും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും അല്ലാഹുവിലേക്ക് തിരിയുന്നവരായിരുന്നു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് തന്ത്രവും മെനഞ്ഞുകൊള്ളി, എനിക്ക് എന്റെ അല്ലാഹു മതി, ഞാൻ എന്റെ കാര്യം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ മുന്നിൽ സമുദ്രം, പുറകിൽ ഫിർഔന്റെ സൈന്യം. മൂസ ഇന്നാ ലമുദ്റകൂൻ, ഇപ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടു പോകും. കല്ലാ ഇന്ന മഅയ റബ്ബി, ഇല്ല ഒരിക്കലുമില്ല, എന്റെ റബ്ബിന്റെ കൂട്ടത്തിലുണ്ട്. മുഴുവൻ നബിമാരും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നവരായിരുന്നു അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും. മുഅ്മിനീങ്ങളിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് തവക്കുൽ എന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളാരാണ്? അല്ലാഹുവിനെ പരിചയപ്പെടുത്തും. അവരെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിന്റെ മേൽ എല്ലാ കാര്യവും ബലമേൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തവക്കുൽ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അത്തവക്കുൽ നിസ്ഫുദ്ദീൻ, ദീനിന്റെ പകുതിയാണ്, ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. തന്റെ ജീവിതത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അല്ലാഹുവിലാണ്. ഫതവക്കലു അലല്ലാഹ് വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗത്തും അല്ലാഹുവിനെ പ്രേരിപ്പിക്കാൻ, നിങ്ങൾ എന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കും, അല്ലാഹുവിനെ ബലമേൽപ്പിക്കും, എന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്ത അല്ലാഹുവിനെ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കും. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം സ്മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നബിയിൽ നിന്നും നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു ഉയർന്ന ഗുണമാണ് തവക്കുൽ എന്നത്. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഇവിടെ വണ്ടിയുടെ മുന്നിൽ തവക്കൽ അലല്ലാഹ് സ്റ്റിക്കർ ഒട്ടിക്കൽ കൊണ്ട് നമ്മൾ തവക്കലുള്ളവരാകും. വീടിന്റെ മുന്നിൽ ഒരു ഫ്രെയിം തൂക്കി തവക്കൽ അലല്ലാഹ് എന്നുള്ള എഴുതി വയ്ക്കൽ കൊണ്ട് തവക്കുലാകുമോ? തവക്കുൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ആദ്യം തന്നെ ഹൃദയത്തിന്റെ പ്രതീക്ഷ അല്ലാഹുവായി മാറും. നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളേക്കാൾ നമുക്ക് ഉറപ്പും പ്രതീക്ഷയും അല്ലാഹുവിന്റെ ഖജനാവുള്ള വസ്തുക്കളായി മാറണം. അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ ഏത് സമയത്ത് പ്രതീക്ഷയും ഉറപ്പും ഉണ്ടാകണം. നമ്മുടെ സ്വന്തം കഴിവിനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ ബുദ്ധിയേക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, മുഴുവൻ വസ്തുക്കളെക്കാളും നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടതും നമ്മൾ ബലമേൽപ്പിക്കേണ്ടതും അല്ലാഹുവിലേക്കാണ്. അങ്ങനെ ഒരാൾ ബലമേൽപ്പിച്ചാൽ അവന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അല്ലാഹു മതിയായവനാണ്. ഒരാൾ യഥാർത്ഥമായ നിലയിൽ അവന്റെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ അല്ലാഹു മതിയായവനാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി, ബലമേൽപ്പിക്കേണ്ടതുപോലെ, ഒരു കാര്യം ഏൽപ്പിക്കേണ്ടതുപോലെ അല്ലാഹു നിങ്ങൾ ശരിയായി ഏൽപ്പിക്കുകയാണെങ്കിൽ, സത്യസന്ധമായി പൂർണ്ണമായി 100% നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ അല്ലാഹു തആല ഏറ്റെടുക്കും. ഏതുപോലെ? പക്ഷികൾക്ക് അല്ലാഹു തആല റിസ്ക് നൽകുന്നത് പോലെ. തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാന, രാവിലെ പക്ഷികൾ, കോടിക്കണക്കിന് പക്ഷികളാണ്, രാവിലെ പുറപ്പെടുമ്പോൾ കാലി വയറുമായി പുറത്തേക്ക് പോകുന്നു. ഒരു ലക്ഷ്യവുമില്ല, ഒരു പ്ലാനുമില്ലാതെ. പക്ഷെ മടങ്ങി വരുമ്പോൾ നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്നു. ഇതേപോലെ ഈ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ, അവരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നത് പോലെ നിങ്ങളുടെ ആവശ്യങ്ങളും ഈ സൃഷ്ടികളുടെ എല്ലാം ഉടമസ്ഥനെ അല്ലാഹു നിങ്ങൾ പൂർത്തീകരിച്ചു തരും. പക്ഷേ നിബന്ധന ഇതാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കണം. ഏൽപ്പിക്കേണ്ടതുപോലെ, പകുതി ഏൽപ്പിച്ചാൽ പോരാ, പൂർണ്ണമായി നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം, അല്ലാഹുവിൽ ബലമേൽപ്പിക്കണം. എങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാഹു തആല പരിഹരിച്ചു തരും. ബഹുമാനിയ സഹാബാക്കളുടെ ജീവിതങ്ങൾ നോക്കിയാൽ
ഓരോ സഹാബിയുടെ ഹൃദയത്തിൽ 100% ഈ ഉറപ്പുണ്ടായിരുന്നു. അവരുടെ മുഴുവൻ കാര്യങ്ങളും അവർ അല്ലാഹുവിനെ ഏൽപ്പിച്ചു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കൽ എന്റെ കുടുംബത്തിൽ വീട്ടിൽ പട്ടിണിയും പ്രയാസവും വന്നു, ജീവിത ബുദ്ധിമുട്ട് വന്നു. എന്റെ വീട്ടുകാർ പറഞ്ഞു, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലി തങ്ങളോട് തന്റെ ആവശ്യം ബുദ്ധിമുട്ടും പറയുന്നു. അങ്ങനെ ഞാൻ തങ്ങളുടെ അടുക്കൽ പോയി എന്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ മദീന പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നബി തങ്ങളുടെ ഖുതുബയാണ് ഞാൻ കേൾക്കുന്നത്. തങ്ങൾ പറയുന്ന വാക്കാണ് എന്റെ ചെവിയിലേക്ക് ആദ്യം പതിച്ചത്. തങ്ങൾ പറയുന്നു, ഒരാൾ അല്ലാഹുവിൽ നിന്ന് സമ്പത്തിനെ തേടിയാൽ അല്ലാഹു അവനെ സമ്പന്നനാക്കും. ഒരാൾ അല്ലാഹുവിന്റെ ആവശ്യങ്ങൾ തേടിയാൽ അവന്റെ ആവശ്യം അല്ലാഹു തആല പൂർത്തീകരിക്കും. ഒരാൾ ദുനിയാവിലെ ഏതെങ്കിലും വസ്തുക്കൾ അവന്റെ ആവശ്യങ്ങൾ തേടിയാൽ അല്ലാഹു അതിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കും. സഹാബി പറയുന്നു, ഇത് കേട്ടപ്പോൾ ഞാൻ അതേപടി മടങ്ങി. എന്റെ കാര്യം എന്തിനാണ് ഞാൻ സൃഷ്ടികളോട് പറയുന്നത്, എന്തിനാണ് നബികളോട് പറയുന്നത്? എന്റെ അല്ലാഹു മതിയില്ലേ? ഞാൻ അതേപോലെ മടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്ന് എന്റെ കുടുംബത്തിൽ ഞാനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഞാൻ എന്റെ പ്രശ്നങ്ങളുമായി ഞാൻ ചെന്നപ്പോൾ എന്റെ അല്ലാഹുവിലേക്ക് മതി എന്ന നബികളുടെ വാക്ക് കേട്ടപ്പോൾ ഞാൻ മടങ്ങി അല്ലാഹുവിലേക്ക് ഞാൻ തിരിഞ്ഞു. ഇന്ന് എന്റെ കുടുംബത്തിൽ ഞാനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. സഹാബാക്കളുടെ ഹൃദയത്തിൽ പൂർണ്ണമായി ഉറപ്പായിരുന്നു, അല്ലാഹുവാണ് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അലി റളിയല്ലാഹു തആല ഒരു ദിവസം രാത്രി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് രാത്രി സുന്നത്തായ നമസ്കാരത്തിന് വേണ്ടി വന്നു. അർദ്ധരാത്രി സമയം നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം വെളിയിൽ ഇറങ്ങുമ്പോൾ കുറച്ച് കൂട്ടുകാർ വെളിയിൽ നിൽക്കും. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കെതിരെ ചില ആളുകൾ നിങ്ങളെ വധിക്കാൻ വേണ്ടി പതുങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്ത് കാത്തു നിന്നതാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരിൽ നിന്നാണ് എന്നെ സംരക്ഷിക്കുന്നത്? ആകാശത്ത് നിന്ന് വരുന്ന ഉപദ്രവത്തെ തടുക്കാനാണോ, ഭൂമിയിൽ നിന്ന് വരുന്ന ഉപദ്രവത്തെ തടുക്കാനാണോ? ആകാശം എന്തെങ്കിലും വന്നാൽ ഞങ്ങളെ കൊണ്ട് തടുക്കാൻ സാധിക്കില്ല. ഭൂമിയിൽ ഏതെങ്കിലും സൃഷ്ടികളുടെ ഉപദ്രവവും ബുദ്ധിമുട്ടോ വരാതെ തടുക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറയുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമിയിൽ ഒന്നും സംഭവിക്കുകയില്ല ആകാശത്ത് ഉടമസ്ഥനായ അല്ലാഹു തീരുമാനിക്കാതെ, അവന്റെ തീരുമാനമില്ലാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കുകയില്ല. നബിതങ്ങളുടെ വചനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനമാണ്. സഹാബാക്കളുടെ ഹൃദയത്തിന്റെ ഉറപ്പായിരുന്നു, ജീവിതത്തിന്റെ അവസ്ഥകൾ കൊണ്ട് അല്ലാഹുവിൽ നിന്നാണ്. ഒരു സൃഷ്ടിയെ കൊണ്ട് പരിഹരിക്കാനോ തടുക്കാനോ സാധിക്കുകയില്ല. സഅദ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾ വലിയ സംഘവുമായി ദജ്ല നദിയുടെ മുന്നിലെത്തി. നദി നിറഞ്ഞൊഴുകുന്ന സമയമാണ്. ഒരു ഭാഗത്ത് സഹാബാക്കൾക്ക് യാത്ര ചെയ്യണം. സഅദ് റളിയല്ലാഹു അൻഹു നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ അല്ലാഹുവിന് വേണ്ടി പുറപ്പെട്ടു വന്നവരാണ്. നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ നദിയും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നസ്തഈനു ബില്ലാഹ്, എല്ലാവരും പറയും നസ്തഈനു ബില്ലാഹ് വ നതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രവേശിച്ചുകൊള്ളി. സഹാബാക്കൾ പറയുന്നു, ദജ്ല നദിയുടെ മുകളിലൂടെ, വെള്ളത്തിന്റെ മുകളിലൂടെ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നസ്തഈനു ബില്ലാഹ് വ നതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മരുഭൂമിയിലൂടെ പാറയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ കുതിരകളുമായി യാത്ര ചെയ്തു. സഹാബാക്കളുടെ ഹൃദയത്തിന്റെ ഉറപ്പും പ്രതീക്ഷയും അല്ലാഹു തആല അതേപോലെ സഹായങ്ങളുണ്ട്. ഭൂമിയിലെ അടിമയുടെ അമലുകളിൽ ഏറ്റവും ഉയർന്നതാണ് അല്ലാഹുവിന്റെ ശുഭപ്രതീക്ഷ, അല്ലാഹുവിന്റെ പ്രതീക്ഷ. എന്റെ റബ്ബെനിക്ക് പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ സഹാബാക്കൾ ഉറപ്പായിരുന്നു, സത്യസന്ധമായിരുന്നു. അല്ലാഹുവിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ സഹാബത്ത് ഇറക്കി കൊടുത്തു. സഹാബാക്കൾ സ്ത്രീകൾ വരെ ഉറപ്പുള്ളവരായിരുന്നു. സഹാബാക്കൾ അല്ലാഹുവിന്റെ ദീനിന്റെ വഴി യാത്ര ചെയ്യുമ്പോൾ സമീപത്തുള്ള യഹൂദികളായ സ്ത്രീകൾ, മുസ്ലിമീങ്ങളായ സ്ത്രീകളെ ഭയപ്പെടുത്താൻ വേണ്ടി അവരോട് പറയുമായിരുന്നു, നിങ്ങൾ ഇനി ഇങ്ങനെ ജീവിക്കും, നിങ്ങളുടെ ഭർത്താവ് അല്ലാഹുവിന്റെ ദീനിന്റെ വഴി പോയിരിക്കാൻ നിങ്ങളുടെ റിസ്കിന്റെ കാര്യം എന്താകും? മുസ്ലിമീങ്ങളായ സഹാബി വനിതകൾ പറയുമായിരുന്നു, ഞങ്ങൾക്ക് റിസ്കിനെ തരുന്നവൻ, ഞങ്ങൾക്ക് റിസ്കിനെ ഭക്ഷിപ്പിക്കുന്നവനാണ് പോയത്, റാസിക്കായി അല്ലാഹു ബാക്കിയാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ സഹാബാക്കളുടെ ഈമാന്റെ അവസ്ഥയായിരുന്നു, എന്റെ അല്ലാഹു തആല അവരെന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ളവരാണ്, അവരെ മുഴുവൻ പ്രശ്നങ്ങളും അല്ലാഹുവിലേക്ക് വരവേൽപ്പിക്കുന്നവരായിരുന്നു. ജീവിതത്തിൽ തവക്കുൽ വന്നാൽ അവന്റെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. രണ്ട്, അല്ലാഹു തആല അവന്റെ സ്നേഹം അവർക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടവും മുഹബ്ബത്തും നൽകും. ഹദീസിൽ വരുന്നുണ്ട്, ആഖിറത്തിൽ അല്ലാഹു തആല
ഹിസാബ് കൂടാതെ 70,000 ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അതിൽപ്പെട്ട ഒരു വിഭാഗം തങ്ങൾ പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണമാണ് തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്നത്. പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ദുനിയാവിൽ ഉണ്ടാകുമ്പോൾ അത് വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും അല്ലെങ്കിൽ ശക്തികളിലേക്കും നീങ്ങാതെ ആ പ്രശ്നങ്ങൾ തന്റെ റബ്ബിനെ ഏൽപ്പിക്കുക. ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നു. നമ്മൾ രണ്ടുപേരിൽ ആരാണ് മരണപ്പെടുന്നത്? ആദ്യം മരണപ്പെടുന്നത് മരണപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും പ്രയോജനപ്പെട്ട ഉയർന്നമായ അമൽ അതിനെ അറിയിക്കണം. അബ്ദുല്ലാഹി സലാം റളിയല്ലാഹു മരണപ്പെട്ടു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു സ്വപ്നം കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ അവസ്ഥ എന്താണ്? നീ കൊണ്ടുപോയ നന്മ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത് എന്താണ്? സംഭവത്തെ ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുപോയതിൽ ഏറ്റവും എനിക്ക് പ്രയോജനപ്പെട്ടത് അള്ളാഹുവിലുള്ള തവക്കുലാണ്. എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ അള്ളാഹുവിൽ തവക്കുലുള്ള ഒരു അടിമയായിരുന്നു. അതിന് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും റബ്ബിനെ ബലമേൽപ്പിക്കുന്നവരായി മാറണം. അള്ളാഹുവിന് തീരെ വെറുപ്പുള്ള കാര്യമാണ്. ഇതിന് നേരെ വിപരീതമായ കാര്യമാണ് പ്രശ്നങ്ങളെ സൃഷ്ടികളിലേക്ക് ഏൽപ്പിക്കുക. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സൃഷ്ടികൾ പ്രതീക്ഷ വെക്കുക. ഇത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഏതെങ്കിലും വ്യക്തിയിലോ വസ്തുവിലോ അമിതമായി പ്രതീക്ഷ വെച്ചാൽ ആ വസ്തുവിനെ അള്ളാഹു തആല മേൽ പരീക്ഷണമാക്കുന്നതാണ്. മക്കളിൽ, കച്ചവടത്തിൽ, സമ്പത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ അമിതമായ പ്രതീക്ഷ വെച്ചാൽ അള്ളാഹു തആല ആ വസ്തുവിനെ അവനെ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. ഉലമാക്കൾ അതിന് ഉദാഹരണമായി പറയാറുണ്ട്, ഒരു ഉമ്മ തന്റെ മകന് വേണ്ടി ഭക്ഷണമെല്ലാം തയ്യാറാക്കി വീട്ടിൽ കാത്തു നിൽക്കുമ്പോൾ തന്റെ മകൻ അടുത്തുള്ള ഒരു ഫക്കീറിന്റെ വീട്ടിൽ പോയി ആ വീട്ടുകാരുടെ ഭക്ഷണം ചോദിക്കുന്നത് ഉമ്മ കാണുകയാണെങ്കിൽ ഉമ്മക്ക് എത്ര ദേഷ്യമായിരിക്കും, എത്ര സങ്കടമായിരിക്കും. എന്റെ മകന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കാത്തു നിൽക്കുന്നു, പക്ഷെ മകൻ പോയി അടുത്തുള്ള ഫക്കീറായ മനുഷ്യരെ വീട്ടിൽ പോയി വാതിൽക്കൽ കൊട്ടി ഭക്ഷണം ചോദിക്കുന്നത് ഉമ്മ കാണുമ്പോൾ ഉമ്മക്ക് എത്ര സങ്കടമായിരിക്കും, എത്ര ദേഷ്യമായിരിക്കും. ഇതുപോലെ ഉടമസ്ഥനെ അല്ലാഹു തആല അടിമകളായ നമുക്ക് നൽകാൻ വേണ്ടി അവരെ ഖജനാവ് നിറച്ചു വെച്ച് കാത്തിരിക്കുകയാണ്. പക്ഷെ നാം നമ്മുടെ ആവശ്യങ്ങളെ സൃഷ്ടികളോട് ചോദിക്കുകയാണെങ്കിൽ, വ്യക്തികളോട് ചോദിക്കുകയാണെങ്കിൽ, വസ്തുക്കൾ പ്രതീക്ഷയാണെങ്കിൽ അള്ളാഹുവിന് വെറുപ്പായി. എല്ലാ അടിമകളും നമ്മളെ പോലെ ഫക്കീറാണ്. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. മുഗൾ ഭരണകാലഘട്ട രാജാവ് അദ്ദേഹത്തിന്റെ ഒരു മിസ്കിൻ യാചകൻ തന്റെ ആവശ്യം ചോദിക്കാൻ വേണ്ടി വന്നു. വരുമ്പോൾ കാണുന്നത് ആ രാജാവ് ദുആ ചെയ്യുന്നതായിട്ടാണ്. അള്ളാഹുവിന് തന്റെ ആവശ്യങ്ങൾ പറയുന്നത്. വന്ന യാചകൻ ചിന്തിച്ചു, ഞാൻ എന്തിനാ ഇദ്ദേഹത്തോട് പറയുന്നത്? ഇദ്ദേഹം തന്റെ ആവശ്യം മറ്റൊരാളോട് പറയുകയാണ് എന്ന് ചിന്തിക്കുകയും അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും, അത് ഭരണാധികാരിയാകട്ടെ ആരുമാകട്ടെ, അവരെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവരെ കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കില്ല. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹുവിനാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസ്തുക്കൾ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങണം. അബ്ദുൽ ഖാദർ ജിലാനി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന നാവുകൊണ്ട്, പക്ഷേ നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ കച്ചവടത്തിലുള്ള നിന്റെ പ്രതീക്ഷ, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കച്ചവടമാണ് പ്രതീക്ഷ, അതൊരു വിഗ്രഹമാണ്. നിന്റെ കൃഷിയിലുള്ള പ്രതീക്ഷ അതൊരു വിഗ്രഹമാണ്. നിന്റെ നഫ്സിലുള്ള പ്രതീക്ഷ അതൊരു വിഗ്രഹമാണ്. നിന്റെ ഹൃദയത്തിൽ തന്നെ എത്രയോ വിഗ്രഹങ്ങളാണ്. എന്നിട്ട് നാവ് കൊണ്ട് നീ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. ഹൃദയത്തിൽ തന്നെ പല ഇലാഹുകളാണ്. നമ്മുടെ ഹൃദയത്തിൽ എല്ലാ വസ്തുക്കളും ഇറങ്ങണം. നബിതങ്ങൾ പഠിപ്പിച്ച മാതൃക അതാണ്. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നബിതങ്ങൾ തന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്ർ ദുആയാണ്. രാവിലെ വൈകുന്നേരം പറയേണ്ട ദുആയാണ്. ഞങ്ങൾ പറഞ്ഞ അവസാന വചനം വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. കണ്ണ് ഇമ വെട്ടുന്ന സമയം പോലും അല്ലാഹുവേ എന്റെ ഒരു കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കല്ലേ എന്ന് നബിതങ്ങൾ പറയുകയാണ്. സ്വന്തത്തിൽ പോലും പ്രതീക്ഷയില്ലാതെ എനിക്ക് പരിഹരിക്കാൻ സാധിക്കില്ല, ഒരു കാര്യം നമ്മളെ കൊണ്ട് നടക്കുകയില്ല. സഹാബാക്കൾ അതുകൊണ്ട് ഒരു കാര്യം ആരോടും പറയുകയില്ലായിരുന്നു. കുതിരപ്പുറത്തിരിക്കുമ്പോൾ ചാടിപ്പോയാൽ പോലും എടുത്തു രണ്ടാൾ പറയുകയില്ലായിരുന്നു. സ്വന്തമായി ഇറങ്ങി എടുക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം മറ്റൊരാൾ പറയുന്നതിനെ ഒരു സഹാബിയും ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു ഇഷ്ടമുള്ള ഗുണമാണ് തന്റെ ആവശ്യങ്ങൾ ഒരു സൃഷ്ടിയോട് പറയാതിരിക്കുക എന്നുള്ളത്. ഹദീസിൽ വരുന്നു, ഒരാൾക്ക് ദാരിദ്ര്യം വന്നു, ബുദ്ധിമുട്ട് വന്നു, പട്ടിണി വന്നു. ഒരു ദിവസം വന്നു ക്ഷമിച്ചു, 2 ദിവസമായി ക്ഷമിച്ചു, 3 ദിവസമായി ക്ഷമിച്ചു. 3 ദിവസവും തന്റെ ബുദ്ധിമുട്ടിനെ, തന്റെ പട്ടിണി ആരോടും പറയാതെ 3 ദിവസം കഴിഞ്ഞുകൂട്ടിയാൽ 4ാമത്തെ ദിവസം അല്ലാഹു തആല അവന്റെ മേൽ തീരുമാനമെടുക്കും. 1 വർഷത്തേക്കുള്ള റിസ്കിന്റെ തീരുമാനം അല്ലാഹു എടുക്കുന്നതാണ്. അല്ലാഹു ഇഷ്ടമാണ് സൃഷ്ടികളോട് തന്റെ ആവശ്യങ്ങൾ പറയാതിരിക്കുക. അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു ഉറപ്പായിട്ട് സഹായം ഇറക്കുന്നതാണ്. ഉറപ്പായിട്ടും അല്ലാഹു തആല സഹായം ഇറക്കുന്നതാണ്. ഹദീസിൽ വരുന്നുണ്ട്, മൗലാന തഖി ഉസ്മാൻ അദ്ദേഹത്തിന്റെ തറാശ് എന്ന ഗ്രന്ഥത്തിൽ 4 മുഹദ്ദിസീങ്ങളായ മുതഅല്ലിമുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്ന മുതഅല്ലിമിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അവർ പഠിക്കാൻ വേണ്ടി പോകുന്ന യാത്രക്കിടയിൽ അവർക്ക് വിശപ്പ് വന്നു, ബുദ്ധിമുട്ട് വന്നു, കയ്യിലുള്ള സമ്പത്തെല്ലാം തീർന്നുപോയി. 4 പേരും ആലോചിച്ചു, നമ്മൾ വലിയ പ്രയാസത്തിലാണ്, എന്ത് ചെയ്യും?
നിർബന്ധ സാഹചര്യം വന്നു, അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും യാചിക്കാം. ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, കയ്യിൽ പൈസ ഇല്ല, യാചന നിർബന്ധമായ അവസ്ഥയിലാണ്. അങ്ങനെ ഒരാളെ തീരുമാനിച്ചു നീ പോയി ജനങ്ങളോട് ചോദിക്കും. അദ്ദേഹം പുറത്തിറങ്ങി ചോദിക്കാൻ വേണ്ടി, പക്ഷെ അതിന് ലജ്ജ തോന്നി. സൃഷ്ടിയോട് ഞാൻ ചോദിക്കും. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു, എനിക്ക് ലജ്ജ തോന്നുന്നു, നമ്മുടെ ആവശ്യം നിർബന്ധാവസ്ഥയിലാണെങ്കിൽ പോലും ഒരാളെങ്ങനെ ചോദിക്കും, അതുകൊണ്ട് ഞാൻ നമസ്കരിക്കാം, അള്ളാഹുവിനെ ദുആ ചെയ്യാം. നിങ്ങൾ നമസ്കരിക്കും, അള്ളാഹുവിനെ ദുആ ചെയ്യും. ചരിത്രത്തിൽ കാണാം, 4 പേര് നമസ്കരിച്ചു, തന്റെ ആവശ്യങ്ങൾ നിർബന്ധ സാഹചര്യത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞു. ആ കാലഘട്ടത്തിലെ രാജാവ് സ്വപ്നം കൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു, എന്റെ ശിഷ്യന്മാർ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട 4 ശിഷ്യന്മാർ പ്രയാസത്തിലാണ്, പട്ടിണിയിലാണ്, എത്രയും പെട്ടെന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. രാജാവ് ഉടനെ 2 പേരെ അയച്ചു ഭക്ഷണവുമായി. അവിടെ നിൽക്കാൻ പറഞ്ഞു. പുറകെ രാജാവ് വരുന്നുണ്ട്. അവർ ഭക്ഷണം കിട്ടി, അവർ കഴിച്ചു. ഉടൻ തന്നെ രാജാവ് എത്തുന്നുമെന്നെ പ്രസിദ്ധമാകാതിരിക്കാൻ വേണ്ടി നാടകെടുക്കുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അല്പം താമസം വരുമെങ്കിലും തീർച്ചയായും പരിഹാരമുണ്ടാകും. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ജിബ്രീൽ അലൈഹിസ്സലാം പോലും തന്റെ ആവശ്യത്തിന് പ്രശ്നത്തിന് പരിഹാരത്തിനായി വന്നപ്പോൾ അമ്മാ ഇലൈക ഫലാ, നിങ്ങളുടെ ആവശ്യമില്ല, എനിക്ക് അല്ലാഹു മതി എന്ന ചരിത്രം ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവർത്തിക്കപ്പെടും. ഇബ്രാഹിം നബിക്ക് തീ വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വരുമ്പോൾ എനിക്ക് ആവശ്യമില്ല, എനിക്ക് എന്റെ അല്ലാഹു മതി. ഈ പറഞ്ഞതിന്റെ അർത്ഥം വസ്തുക്കളെ ഉപേക്ഷിക്കണം, കച്ചവടം ഉപേക്ഷിക്കണം എന്നല്ല. പ്രതീക്ഷ മുഴുവൻ അല്ലാഹുവിലായിരിക്കണം. ഏത് പ്രതിസന്ധിയിലും എന്റെ റബ്ബിനിക്ക് മതി, എന്റെ അല്ലാഹു പരിഹരിക്കും. എന്റെ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയെ കൊണ്ടോ, ഒരു ശക്തിയെ കൊണ്ടോ, ഒരു ഭരണത്തെ കൊണ്ടോ, എന്റെ കച്ചവടത്തെ കൊണ്ടോ, എന്റെ സമ്പത്തിനെ കൊണ്ടോ, എന്റെ മക്കളെ കൊണ്ടോ, ഒരു വസ്തുവിനെ കൊണ്ടോ പരിഹാരമില്ല. അതെല്ലാം അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ്. എന്റെ മുഴുവൻ പ്രശ്നങ്ങളും അല്ലാഹു എനിക്ക് മതിയായവനാണ്. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എന്റെ റബ്ബിനിക്ക് മതി എന്ന ചിന്ത നമ്മുടെ ഈ ഇബ്രാഹിം നബിയുടെ ചരിത്രം സ്മരിക്കുന്ന ഈ ദുൽഹജ്ജ് മാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ട സമയമാണ്. ഇബ്രാഹിം നബി ഇത് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് തവക്കുൽ, അല്ലാഹുവിൽ ബലമേൽപ്പിക്കൽ. ഇന്ന് നമ്മൾ അല്ലാഹുവിലേക്കുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു നമ്മളേക്ക് തന്നെ ഏൽപ്പിച്ചു. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം എന്റെ കച്ചവടം, എന്റെ കഴിവ്, എന്റെ ബുദ്ധി, എന്റെ വിദ്യാഭ്യാസം, എന്റെ മക്കൾ, എന്റെ വാപ്പ, ഇങ്ങനെ നമ്മുടെ വസ്തുക്കൾ തന്നെ പ്രതീക്ഷ വെച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മൾ അതിലേക്ക് തന്നെ ഏൽപ്പിച്ചു. മനുഷ്യൻ അതിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നു എന്നല്ലാതെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. കാരണം അള്ളാഹുവിൽ നിന്ന് മാറി വസ്തുക്കളിലേക്ക് പ്രതീക്ഷ വെച്ചാൽ അള്ളാഹു അതിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ സ്മരിക്കുന്ന ഈ കാല സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് തിരിക്കും. ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കത്തിലാണ്, ശ്രേഷ്ഠമായ സമയമാണ്. ഈ ദിവസങ്ങളുടെ പകലുകൾ, ദുൽഹജ്ജിന്റെ ഇനിയുള്ള പകലുകൾ ശ്രേഷ്ഠമായതാണ്. റമദാനിന്റെ അവസാനത്തെ രാത്രിയാണ് ശ്രേഷ്ഠമായതെങ്കിൽ ദുൽഹജ്ജിന്റെ 10 ദിവസത്തെ പകലുകൾ ശ്രേഷ്ഠമായതാണ്. അമലുകളിലായി കഴിച്ചുകൂട്ടി ആ പകൽ സമയങ്ങൾ നമ്മുടെ കച്ചവടത്തിന്റെയും യാത്രക്കിടയിൽ പുണ്യമായ പകലാണെന്ന് മനസ്സിലാക്കി യാത്രക്കിടയിലും വീട്ടിലുള്ളപ്പോഴും നാട്ടിലുള്ളപ്പോഴും അമലുകളായി കഴിച്ചുകൂട്ടി. പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് അറഫ ദിവസം വരുന്നു. ഹാജിമാർ അമലുകളിലായി, ദുആയിലായി, ഇസ്തിഗ്ഫാറായി കഴിഞ്ഞുകൊടുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് അവർ പോകുന്ന പുണ്യ സ്ഥലങ്ങളിലായിരിക്കണം. നമുക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് അവരുടെ കൂട്ടത്തിലാണെങ്കിൽ അള്ളാഹു ഉടൻ തന്നെ നമുക്കും ആ പുണ്യ ഭൂമിയിലെത്താനുള്ള അവസരങ്ങൾ നൽകും. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.